നമസ്കാരം. ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം പുതിയൊരു തലത്തിലേക്ക് ഉയരുകയാണ്. രാജ്യത്തിൻ്റെ നാവികസേനാ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ നിർണായകമായ നീക്കത്തിൽ ജർമ്മനിയുമായുള്ള $8 ബില്യൺ അന്തർവാഹിനി കരാർ നിർണായകമാവും. വരും മാസങ്ങളിൽ ഈ കരാർ ഒപ്പിടുമെന്നുള്ള ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസിൻ്റെ പ്രസ്താവന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൻ്റെ ദൃഢതയാണ് വെളിപ്പെടുത്തുന്നത്. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ ഒന്നായി ഈ കരാർ മാറും. അത്യാധുനിക സാങ്കേതിക വിദ്യാ കൈമാറ്റം ലക്ഷ്യമിട്ടിട്ടുള്ള ഈ പദ്ധതി ഇന്ത്യയുടെ നാവികസേനാ വിന്യാസത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ വരും ദശാബ്ദങ്ങളിൽ നിർണായകമായിരിക്കും. ഈ കരാറിൻ്റെ വ്യാപ്തിയും സാങ്കേതികമായ പ്രാധാന്യവും വളരെ വലുതാണ്. ഏകദേശം $8 ബില്യൺ മൂല്യം വരുന്ന ഈ പദ്ധതി പ്രകാരം 6 അത്യാധുനിക അന്തർവാഹിനികളാണ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ജർമ്മനിയുടെ പ്രശസ്തമായ തൈസൻക്രൂപ്പ് മറൈൻ സിസ്റ്റംസ് എന്ന കമ്പനിയും ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമായ മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സും ചേർന്നാണ് ഈ ബൃഹത്തായ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസും ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തമ്മിൽ ജർമ്മനിയിലെ കീൽ എന്ന നഗരത്തിൽ വെച്ച് നടത്തിയ ചർച്ചകൾ കരാറിൻ്റെ നടപടിക്രമങ്ങളെ വേഗത്തിലാക്കിയിട്ടുണ്ട്. ചർച്ചകൾക്ക് ശേഷം കരാർ ഉടൻ ഒപ്പിടാൻ സാധിക്കുമെന്നതിൽ തനിക്ക് അതിയായ ആത്മവിശ്വാസമുണ്ടെന്ന് പിസ്റ്റോറിയസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുമുണ്ടായി. 3 മാസത്തിനുള്ളിൽ എല്ലാ നടപടികളും പൂർത്തിയാക്കി കരാർ ഔദ്യോഗികമായി ഒപ്പിടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ കരാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാങ്കേതിക വിദ്യാ കൈമാറ്റമാണ്. യൂറോപ്പിന് പുറത്തുള്ള ഒരു രാജ്യത്തിന് ഇത്തരത്തിലുള്ള നിർണായകമായ അന്തർവാഹിനി സാങ്കേതിക വിദ്യ ജർമ്മനി കൈമാറുന്നത് ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ്. ഇത് ജർമ്മനിയുടെ വിദേശ നയത്തിലെയും പ്രതിരോധ കയറ്റുമതി നയങ്ങളിലെയും വലിയൊരു മാറ്റത്തിൻ്റെ സൂചന കൂടിയാണ്. ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെ ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ തങ്ങളും സജ്ജമാണെന്ന് ജർമ്മനി തെളിയിക്കുകയാണ്. ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് ഈ വർഷം ആദ്യം ഇന്ത്യ സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഈ വിഷയത്തിൽ വിശദമായ ചർച്ചകൾ നടത്തിയിരുന്നു. ഉന്നതതലത്തിലുള്ള ഈ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് പദ്ധതിയെ ഇത്രത്തോളം വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിച്ചത്. ഇന്ത്യയുടെ നാവികസേനാ നവീകരണത്തിൽ ഈ കരാറിനുള്ള സ്ഥാനം വളരെ വലുതാണ്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നാവിക സാന്നിധ്യവും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷാ വെല്ലുവിളികളും കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി ശേഖരം വിപുലീകരിക്കേണ്ടത് അനിവാര്യമാണ്. നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള അന്തർവാഹിനികൾക്ക് പുറമെ അത്യാധുനികമായ 6 അന്തർവാഹിനികൾ കൂടി മാസഗോൺ ഡോക്കിൽ നിർമ്മിക്കപ്പെടുന്നത് രാജ്യത്തിൻ്റെ പ്രതിരോധ കരുത്ത് ഇരട്ടിയാക്കും. തദ്ദേശീയമായി നിർമ്മാണം നടക്കുമ്പോൾ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിനൊപ്പം നാവിക നിർമ്മാണ രംഗത്ത് ഇന്ത്യയുടെ സാങ്കേതിക അറിവും വർദ്ധിക്കും. പ്രതിരോധ കരാർ എന്നതിലുപരി ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള പങ്കാളിത്തത്തിൻ്റെ അടയാളം കൂടിയാണിത്. സാമ്പത്തികമായും നയതന്ത്രപരമായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർഷങ്ങളായി വർദ്ധിച്ചു വരികയാണ്. ജർമ്മൻ കമ്പനികൾക്ക് ഇന്ത്യയിലുള്ള വിശ്വാസവും ഇന്ത്യൻ സർക്കാരിൻ്റെ നയപരമായ വ്യക്തതയും ഈ കരാറിനെ യാഥാർത്ഥ്യത്തിലേക്ക് അടുപ്പിക്കുന്നു. ഏതായാലും അടുത്ത 3 മാസത്തിനുള്ളിൽ ഒപ്പിടാൻ പോകുന്ന ഈ കരാർ ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായി മാറുമെന്നതിൽ സംശയമില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്ഥാനത്തെ കൂടുതൽ ശക്തമാക്കാനും നാവിക മേഖലയിൽ ആഗോള ശക്തികളോട് കിടപിടിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കാനും ഈ ഇന്ത്യൻ ജർമ്മൻ കൂട്ടുകെട്ട് സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വരാനിരിക്കുന്ന കാലം ഇത്തരം കൂടുതൽ സാങ്കേതിക വിദ്യ കൈമാറ്റങ്ങൾക്ക് വേദിയാകുമെന്ന് ഈ കരാർ ഉറപ്പുവരുത്തുന്നു. അത്യാധുനികമായ 6 അന്തർവാഹിനികൾ തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള തീരുമാനം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാധീനത്തെയും പ്രതിരോധ ശേഷിയെയും എങ്ങനെ മാറ്റിമറിക്കുമെന്ന് പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. ഒരു നാവിക ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ ഉയർച്ചയ്ക്ക് ഈ പദ്ധതി എത്രത്തോളം കരുത്തേകുമെന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഘടകമായിരിക്കും. അന്തർവാഹിനികൾ ആധുനിക നാവികസേനയുടെ നിശബ്ദരായ വേട്ടക്കാരാണ്. ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ പതിയിരുന്ന് ആക്രമണം നടത്താനും ശത്രുരാജ്യങ്ങളുടെ നാവിക നീക്കങ്ങളെ നിരീക്ഷിക്കാനും അന്തർവാഹിനികൾക്ക് സമാനതകളില്ലാത്ത കഴിവുണ്ട്. ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ അന്തർവാഹിനികൾ എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ എന്ന സംവിധാനത്തോടെയാണ് വരുന്നത്. ഇത് അന്തർവാഹിനികൾക്ക് കൂടുതൽ സമയം വെള്ളത്തിനടിയിൽ തുടരുവാനും കൂടുതൽ നിശബ്ദമായി സഞ്ചരിക്കാനും അവസരം നൽകുന്നു. ഈ സാങ്കേതിക വിദ്യ ഇന്ത്യൻ നാവികസേനയുടെ കൈകളിലെത്തുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഏത് കോണിലും ചാരപ്രവർത്തനം നടത്തുവാനും ആവശ്യമെങ്കിൽ തിരിച്ചടിക്കുവാനും ഇന്ത്യക്ക് സാധിക്കും. ഇത് എതിരാളികളായ രാജ്യങ്ങൾക്ക് ഒരു ശക്തമായ മുന്നറിയിപ്പാണ്. ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ ഏത് നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും അവിടുത്തെ കപ്പൽ ഗതാഗതം എങ്ങനെ സുഗമമാക്കാമെന്നതിലും
ഇന്ത്യയുടെ പൂർണ്ണ നിയന്ത്രണം ഉറപ്പാക്കുവാൻ ഈ അന്തർവാഹിനികൾ സഹായിക്കും. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നാവിക സാന്നിധ്യമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. പാകിസ്ഥാനിലെ ഗോദ്വർ തുറമുഖം മുതൽ ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട വരെ നീളുന്ന ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന തന്ത്രം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയെ വട്ടം ചുറ്റാനുള്ള ശ്രമമാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നാവിക ശക്തി വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. പുതിയ അന്തർവാഹിനികൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുമ്പോൾ ചൈനീസ് അന്തർവാഹിനികളുടെയും കപ്പലുകളുടെയും ചലനങ്ങൾ നിരീക്ഷിക്കുവാൻ ഇന്ത്യക്ക് എളുപ്പമാകും. സമുദ്രനിരപ്പിലെ ആധിപത്യത്തേക്കാൾ ഉപരിയായി സമുദ്രത്തിനടിയിലെ നിയന്ത്രണമാണ് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം. ഈ കരാർ നടപ്പിലാകുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ബ്ലൂ വാട്ടർ നേവി ആയി മാറാനുള്ള ഇന്ത്യയുടെ പരിശ്രമങ്ങൾക്ക് വലിയ ഊർജ്ജം ലഭിക്കും. ഈ കരാർ മറ്റൊരു രീതിയിൽ കൂടി ഇന്ത്യയുടെ നാവിക ആധിപത്യത്തെ ഉറപ്പിക്കുന്നു. അത് സാങ്കേതികപരമായ സ്വയം പര്യാപ്തതയാണ്. ജർമ്മനിയിൽ നിന്ന് സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യപ്പെടുന്നത് വെറും കപ്പലുകൾ നിർമ്മിക്കാൻ വേണ്ടി മാത്രമല്ല, ഭാവിയിൽ ഇന്ത്യക്ക് സ്വന്തമായി അന്തർവാഹിനികൾ രൂപകൽപ്പന ചെയ്യാനുള്ള കഴിവ് വളർത്താനും കൂടിയാണ്. മാസഗോൺ ഡോക്കിൽ നടക്കുന്ന നിർമ്മാണം ഇന്ത്യയുടെ പ്രതിരോധ വ്യാവസായിക അടിത്തറയെ ശക്തിപ്പെടുത്തും. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ തങ്ങളുടെ നാവിക സുരക്ഷ ഉറപ്പാക്കുവാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന സന്ദേശം ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കും. സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്ന ഒരു രാജ്യം സ്വാഭാവികമായും സമുദ്രമേഖലയിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും കരുത്തോടെയും ഇടപെടും. ഇന്ത്യൻ മഹാസമുദ്രം എന്നത് വെറുമൊരു ജലപ്രദേശമല്ല, മറിച്ച് ആഗോള വ്യാപാരത്തിൻ്റെ പ്രധാന ധമനിയാണ്. മലാക്ക കടലിടുക്ക് മുതൽ ഹോർമുസ് കടലിടുക്ക് വഴി നീളുന്ന എണ്ണ വ്യാപാര പാതകളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന പ്രധാന ശക്തി ഇന്ന് ഇന്ത്യയാണ്. ഈ കരാർ വഴി നാവികശേഷി വർദ്ധിപ്പിക്കുന്നത് കടൽക്കൊള്ള, തീവ്രവാദം, അനധികൃത കപ്പൽ ഗതാഗതം തുടങ്ങിയ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാൻ ഇന്ത്യയെ പ്രാപ്തമാക്കും. അയൽ രാജ്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഭദ്രമാകും. ജർമ്മനിയുമായുള്ള ഈ സഹകരണം പാശ്ചാത്യ ലോകവുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര പ്രതിരോധ ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷാ മുൻഗണനകൾ നിശ്ചയിക്കുന്നതിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന മുൻതൂക്കം ഈ കരാറിലൂടെ കൂടുതൽ വ്യക്തമാകും. ചുരുക്കത്തിൽ, ഈ അന്തർവാഹിനി കരാർ ഇന്ത്യയുടെ നാവിക ഭൂപടത്തിൽ ഒരു വമ്പൻ മാറ്റത്തിന് വഴിയൊരുക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നിശബ്ദമായ കാവൽക്കാരായി ഈ അന്തർവാഹിനികൾ നിലകൊള്ളുമ്പോൾ ഇന്ത്യയുടെ തന്ത്രപരമായ മേധാവിത്വം കൂടുതൽ ദൃഢമാകും. ചൈനീസ് കടന്നുകയറ്റത്തെ തടയുവാനും മേഖലയിലെ സമാധാനം നിലനിർത്തുവാനും ആഗോള വ്യാപാര പാതകളെ സുരക്ഷിതമായി നിലനിർത്താനും ഈ 6 അന്തർവാഹിനികൾക്ക് സാധിക്കും. ആയുധങ്ങൾക്കും കപ്പലുകൾക്കും അപ്പുറം സമുദ്ര സുരക്ഷയിൽ ഒരു ആഗോള ശക്തിയായി മാറാനുള്ള ഇന്ത്യയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് ഈ കരാർ. വരും ദശകങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് സംരക്ഷിക്കപ്പെടുമെന്നതിൻ്റെ ഉറപ്പാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. ജർമ്മനിയുമായുള്ള ഈ പങ്കാളിത്തം ഇന്ത്യൻ സമുദ്രത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കരാർ ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ നേരിട്ടുള്ള ആഘാതം അനുഭവിക്കാൻ പോകുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ്റെ നാവിക തന്ത്രങ്ങളെയും അവരുടെ സമുദ്ര സുരക്ഷാ സങ്കല്പങ്ങളെയും ഇത് വലിയ രീതിയിൽ പുനർവിചിന്തനം ചെയ്യുവാൻ നിർബന്ധിതരാക്കും. അറബിക്കടലിൻ്റെ നിയന്ത്രണം, തന്ത്രപ്രധാനമായ തുറമുഖങ്ങളുടെ സുരക്ഷ, അതുപോലെ തന്നെ നാവിക മേഖലയിലെ സാങ്കേതിക വിടവ് തുടങ്ങിയ വിവിധ തലങ്ങളിൽ ഈ കരാർ പാകിസ്ഥാന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പാകിസ്ഥാൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന പ്രവർത്തന മണ്ഡലം അറബിക്കടലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പാകിസ്ഥാൻ്റെ സ്വാധീനം നിലനിർത്തുന്നതിൽ അറബിക്കടലിന് നിർണായകമായ സ്ഥാനമുണ്ട്. എന്നാൽ ഇന്ത്യ അത്യാധുനികമായ ജർമ്മൻ സാങ്കേതിക വിദ്യയിലുള്ള 6 അന്തർവാഹിനികൾ സ്വന്തമാക്കുന്നതോടെ അറബിക്കടലിൻ്റെ അടിത്തട്ടിൽ ഇന്ത്യയുടെ നിരീക്ഷണം കൂടുതൽ ശക്തമാകും. പാകിസ്ഥാൻ നാവികസേനയുടെ ചലനങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ അന്തർവാഹിനികളുടെ സഞ്ചാരപഥം കൃത്യമായി നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ തടസ്സപ്പെടുത്തുവാനും ഇന്ത്യക്ക് സാധിക്കും. ഇത് പാകിസ്ഥാൻ്റെ നാവിക കപ്പലുകളെയും അന്തർവാഹിനികളെയും എപ്പോഴും ഒരു ഭീഷണിയുടെ നിഴലിൽ നിർത്തും. കറാച്ചി, ഗ്വാദർ തുടങ്ങിയ തന്ത്രപ്രധാനമായ പാകിസ്ഥാൻ തുറമുഖങ്ങളിൽ നിന്നും പുറപ്പെടുന്ന കപ്പലുകളെ നിരീക്ഷിക്കുവാൻ ഇന്ത്യൻ അന്തർവാഹിനികൾക്ക് സാധിക്കുമെന്നത് പാകിസ്ഥാന് വലിയ സുരക്ഷാ ആശങ്കയാണ് നൽകുന്നത്. ഈ കരാർ പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയോട് ചേർത്ത് വേണം കാണുവാൻ. ഇന്ത്യ ഇത്രയും വലിയൊരു കരാറിലൂടെ തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമ്പോൾ അതിന് മറുപടിയായി തങ്ങളുടെ നാവികസേനയും ആധുനീകരിക്കുവാൻ പാകിസ്ഥാൻ നിർബന്ധിതരാകും. എന്നാൽ പാകിസ്ഥാൻ്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി വെച്ച് ഇത്രയും അത്യാധുനികമായ സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കുക എന്നത് അവർക്ക് ഏറെ പ്രയാസകരമാണ്. സ്വാഭാവികമായും അവർ തങ്ങളുടെ പ്രധാന സഖ്യകക്ഷിയായ ചൈനയെ കൂടുതൽ ആശ്രയിക്കുവാൻ ഇത് വഴിയൊരുക്കും. ചൈനീസ് നിർമ്മിത അന്തർവാഹിനികൾ കൂടുതൽ വാങ്ങുന്നതിലൂടെ പാകിസ്ഥാൻ നാവികസേന ചൈനയുടെ ഒരു ഉപഗ്രഹ ശക്തിയായി മാറുവാൻ സാധ്യതയുണ്ട്. ഇത് പ്രദേശത്ത് പുതിയൊരു ആയുധ മത്സരത്തിന് വഴിയൊരുക്കും. ഒരു വശത്ത് പാശ്ചാത്യ സാങ്കേതിക വിദ്യയും മറുവശത്ത് ചൈനീസ് സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ഏറ്റുമുട്ടലായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നാവിക രംഗം മാറും. ഇന്ത്യയുടെ ഈ കരാർ പാകിസ്ഥാൻ്റെ ഗ്വാദർ തുറമുഖ സ്വപ്നങ്ങളെയും ബാധിക്കുവാൻ സാധ്യതയുണ്ട്.
ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ ഗ്വാദർ തുറമുഖം പാകിസ്ഥാൻ്റെ സാമ്പത്തിക ഭാവിയുടെ നട്ടെല്ലാണ്. ഈ തുറമുഖത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നത് പാകിസ്ഥാൻ നാവികസേനയാണ്. ഇന്ത്യൻ നാവികസേനയുടെ കടലിലെ മേധാവിത്വം വർദ്ധിക്കുമ്പോൾ ഗ്വാദർ തുറമുഖത്തിൻ്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ചകൾ വരുത്തുവാൻ പാകിസ്ഥാന് കഴിയില്ല. യുദ്ധ സാഹചര്യങ്ങളിൽ ഗ്വാദർ തുറമുഖം ബ്ലോക്ക് ചെയ്യുവാനുള്ള ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നത് പാകിസ്ഥാന് വലിയൊരു തന്ത്രപരമായ തിരിച്ചടിയാണ്. പാകിസ്ഥാൻ്റെ സമുദ്രപാതകൾ സുരക്ഷിതമല്ല എന്ന ചിന്ത വിദേശ നിക്ഷേപകരെയും കപ്പൽ കമ്പനികളെയും നിരുത്സാഹപ്പെടുത്തുവാൻ കാരണമായേക്കാം. ചുരുക്കത്തിൽ ഈ കരാർ പാകിസ്ഥാന് നൽകുന്നത് സമയവും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള വലിയൊരു വെല്ലുവിളിയാണ്. ഇന്ത്യ സാങ്കേതികമായി വളരുമ്പോൾ തങ്ങളുടെ പഴയ കപ്പലുകളെയും അന്തർവാഹിനികളെയും കൊണ്ട് അതിനെ നേരിടുവാൻ പാകിസ്ഥാന് സാധിക്കില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന ഈ വലിയൊരു പ്രതിരോധ പങ്കാളിത്തം പാകിസ്ഥാൻ്റെ നാവിക മേധാവിത്വം എന്ന സ്വപ്നത്തെ കൂടുതൽ അപ്രാപ്യമാക്കുന്നു. പ്രാദേശികമായി ഒരു ശക്തി കേന്ദ്രമായി നിലനിൽക്കുവാൻ പാകിസ്ഥാൻ ശ്രമിക്കുമ്പോഴും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ യഥാർത്ഥ നിയന്ത്രണം ഇന്ത്യയുടെ കയ്യിലാണെന്ന് ഈ കരാർ വീണ്ടും ഉറപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ കഠിനമായ സാമ്പത്തിക ബാധ്യതകളിലേക്കോ അല്ലെങ്കിൽ ചൈനയുടെ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങളിലേക്കോ പാകിസ്ഥാൻ നീങ്ങുവാൻ ഇത് പ്രേരകമാകും എന്നതാണ് ഈ കരാറിൻ്റെ പാകിസ്ഥാനിന് മേലുള്ള ദീർഘകാല പ്രത്യാഘാതം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.